ആ വിശ്വത്തിനോട് ചരലെടുത്ത് വരാൻ പറഞ്ഞ് അവരെ പരസ്യമായിട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കുക. വെച്ച് ചുരണ്ട് ചുരണ്ട് എന്നാ പോരാ, ഇന്ന് പണി തീർത്ത് സ്ഥലം വിടണം. പത്രം വായിച്ചില്ലേ? എന്താ? CP-യുടെ ചേട്ടൻ ഒരു ജഗൽ പാര തന്നെ. ശക്തമായ ബോംബ് സ്ഫോടനം മൂലമാണ് പാലം പൊളിഞ്ഞു പോയതെന്ന് പ്രഥമ ദൃഷ്ടിയാൽ തോന്നിയതെന്ന് വിദഗ്ധന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പേപ്പർ വായിച്ചില്ലേ? വായിച്ചു. വിശദമായ അന്വേഷണം വരട്ടെ. എന്ത് അന്വേഷണം? സകല കെട്ടും മൂപ്പര് കെട്ടി കഴിഞ്ഞിരിക്കും. ഗോപി, പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ശകലം മായം ചേർത്താ ബില്ല് എഴുതില്ല, ചെക്ക് തരില്ല. ഇത്രയും പേരുടെ ജീവൻ അപഹരിച്ചവൻ ശുദ്ധ മാന്യം. വായിക്കാൻ കണ്ടൊരു നേരം. നാട് ഓടുമ്പോ നടുവേ ഓടുക, അത്ര തന്നെ. എന്നെവിടാ ചോറ് വെപ്പ്? ഇവിടെ അടുത്തൊരു വീടുണ്ട്, പക്ഷെ അവിടത്തെ താടക സമ്മതിച്ചില്ല. CP-യുടെ ആളാണെന്ന് പറഞ്ഞില്ലേ? എന്ത് കിണിക്കുന്നു? CP-യുടെ ആഗോള പ്രശസ്തി അവരറിഞ്ഞ മട്ടില്ല. ഞാൻ പോയി സമ്മതം വാങ്ങിക്കുന്നത് കാണണം. കാണാം. ഇത് വായിച്ചോണ്ടിരിക്കേ, വെറുതെ നിൽക്കല്ലേ. മുമ്പോട്ട് നിരത്തിയാട്ടെ, മുമ്പോട്ട് നിരത്തിയാട്ടെ. എത്ര പേരാണ് കൂടിയിരിക്കുന്നത്? ഞാൻ CP നായർ, ബിൽഡിംഗ്സ്, ബ്രിഡ്ജസ്, റോഡ്സ് കോൺട്രാക്ടർ CP നായർ. ചേട്ടനോട് ഇല്ലല്ലോ. അല്ല, ഈ CP എന്ന് കേട്ടിട്ടില്ലേ? CP രാമസ്വാമി. അയ്യോ, അതല്ല, ഞാൻ വെറും CP. ചേച്ചിയുടെ ചേട്ടൻ എന്തായാലും എന്നെ അറിയും. ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 30 lakhs ഞാനാണ് കോൺട്രാക്ടർ. ഈ ഹൗസിംഗ് കോളനി 60 lakhs അത് ഞാനാണ് കോൺട്രാക്ടർ. അങ്ങനെ പലതും. വർക്ക് സൂപ്പർവൈസർമാർ ഒരു 50 പേരുണ്ട്. 1000-നടുത്ത് തൊഴിലാളികൾ എന്റെ കീഴിൽ ഇടതടവില്ലാതെ പണിയെടുക്കുന്നുണ്ട്. കരാറുകാരനായിരിക്കും. അല്ല, മലയാളത്തിൽ അങ്ങനെ പറയും. ഞങ്ങൾക്കിവിടെ കരാറ് പണിയൊന്നും ഇല്ലല്ലോ. അയ്യോ, ഞാൻ പണി അന്വേഷിച്ച് വന്നതല്ലേ. ഉള്ള പണി തന്നെ ചെയ്യാൻ എനിക്ക് തൊഴിലാളികളില്ല. അപ്പൊ തൊഴിലാളികൾ അന്വേഷിച്ച് വന്നതാ? അല്ല ചേച്ചി, എന്റെ തൊഴിലാളികൾക്ക് നല്ല പോഷകാഹാരം കൊടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാണ്. അവരെ ഞാൻ ഹോട്ടലിലേക്ക് ഒന്നും അയക്കാറില്ല. അരിയും സാമാനങ്ങളും പാത്രങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അടുപ്പ് കൂട്ടാൻ ഒരിടം വൈകിപ്പോയി. എന്റെ സൂപ്പർവൈസർ ഒന്ന് ചോദിച്ചപ്പോ ചേച്ചി സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു. ചേട്ടൻ ഇവിടെ ഇല്ല. എന്നെ ഒരു അനിയനായി കണക്കാക്കിയിട്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് ചേച്ചി സമ്മതിക്കണം. നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ പാവം എന്റെ തൊഴിലാളികൾ വാടിപ്പോവും. ഒരേ ഒരു മണിക്കൂർ പ്ലീസ്, 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 പ്ലീസ്. ശരി, പെട്ടെന്ന് കഴിയണം. OS. ചേച്ചി, ചേച്ചി. അല്ല, രാധ വന്നോ? വൈകുന്നേരമാവും വരാനെന്നാ കരുതിയത്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ചേട്ടൻ സ്റ്റേഷനിൽ എത്താമെന്നാ തീരുമാനിച്ചത്. പുലർച്ചയ്ക്കുള്ള വണ്ടിക്ക് തന്നെ പുറപ്പെട്ടു. ആരാ ചേച്ചി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? അതോ, അതേതോ വലിയൊരു കരാറുകാരനാ. മുറ്റത്ത് പണിക്കാര് കഞ്ഞി വെച്ചോട്ടെന്ന് ചോദിക്കാൻ വന്നതാ. വരൂ. പരിപ്പ് വെന്തില്ലല്ലേ? സമ്മതിച്ചില്ലല്ലോ. സമ്മതിച്ചു. പിന്നെന്താ പന്നിയെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ പോലെ മുഖത്തൊരു പൈക്ലബ്യം? ഒന്നുമില്ല, എനിക്ക് നല്ല സുഖമില്ല, ഒരു തലവേദന പോലെ. മധുര 17കാരി വിരുന്നുകാരി വിരുന്നുകാരി മനസ്സമ്മതം തന്നാട്ടെ മധുരം. കുമാര, ഉപ്പ് വാങ്ങിച്ചില്ലേ? പറഞ്ഞ ഉപ്പ് വാങ്ങിച്ചില്ലല്ലോടോ. താനെന്ത് മനുഷ്യനോടോ? ഉപ്പല്ലേ, ഇവിടുന്ന് വാങ്ങിച്ചെന്നാ പോരെ. കാത്തുന്തൽ കെട്ടിനെന്തിന്. ചേച്ചി, ചേച്ചി, കുറച്ച് ഉപ്പ്. ഈ കറിയില്ലാതെ, ഉപ്പില്ലാതെ കറി, അതുകൊണ്ടാ. ഉപ്പ്. താങ്ക് യു ചേച്ചി. വേല ഇതാ
പൂവല്ല പൂന്തളിരല്ല മാനത്തെ മഴവില്ലല്ല മണ്ണിലേക്ക് വിരുന്നു വന്ന മധുചന്ദ്രലേഖ. അതുപോലൊരു സാധനം അടുക്കളയിൽ നിൽക്കുന്നു. ആ ചേച്ചിയുടെ മകളല്ല, ഇനി ചിലപ്പോ ആ ചേച്ചിയുടെ ചേട്ടത്തിയുടെ മകളായിക്കൂടുന്നില്ല. ഏതായാലും മകളല്ല. അതോ ഇനി ചേച്ചിയുടെ അനുജത്തിയാണോ? താൻ തീ ഊതടോ. ചേച്ചി ക്ഷമിക്കണം ചേച്ചി, ഈ ഉള്ളി ഉണ്ടോ? ചെറിയ ഉള്ളി, തമിഴ്നാട്ടിലെ സാമ്പാർ വെങ്കായം എന്നൊക്കെ പറയില്ലേ, അത് ഉണ്ടെങ്കിൽ അത് കുറച്ച്. ഇതൊന്നും വാങ്ങിക്കാതെയാണോ കഞ്ഞിയും കറിയും വെക്കാൻ ഇറങ്ങിയത്? അതെ, ഒരു വിവരമില്ലാത്തവനായി പർച്ചേസിങ്ങിന് പോയത്, അതുകൊണ്ടാ. അല്ലാതെ ഉം. അത് അനിയത്തി ആയിരിക്കും. മുറ്റത്ത് ചോറ് വെച്ചോട്ടെന്ന് ചോദിച്ചു, സമ്മതിച്ചു. അത് വെക്കുക, കഴിക്കുക, സ്ഥലം വിടുക. തേങ്ങ മാങ്ങാന്നും പറഞ്ഞ് തന്നെ ഈ ഭാഗത്ത് കണ്ടുപോകരുത്. സോറി ചേച്ചി. തീ ഊതാതെ താൻ എന്ത് ചെയ്യടോ? തവളെ, എന്നെ ഭരിക്കാനൊന്നും വേണ്ട. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിലേ ഞാൻ തീ ഊതുള്ളൂ. ആ അപ്പടി ചവറും മാനം മര്യാദ ജീവിക്കുന്നത് നിർത്തിയാണ്. അയ്യോ ചേട്ടാ, വേണ്ട. പെണ്ണുങ്ങൾ കുറിച്ച് തെറ്റ് നോക്കുമല്ലോ. ഉള്ളിയല്ലടാ. എന്താ ഇത്? ആരോട് ചോദിച്ചിട്ട് അകത്തേക്ക് ചെയ്ത് കാര്യം- എന്ത് പറ്റി? മിണ്ടരുത്, കുന്നുകളെ ഞാൻ നിന്നെ ഞാൻ എന്താ വീട്ടിൽ കയറുന്ന തോന്നിവാസം കളിക്കുന്നു. പോടാ, ചവിട്ടി ഞാൻ. മനസ്സിലായി, ഒക്കെ മനസ്സിലായി. ആരാണ് ഇതിന്റെ പുറകിലെ ചരടുകൾ വലിച്ചിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. സംഗതി അറിഞ്ഞ ഉടനെ തനിക്ക് പോയി ചോദിക്കായിരുന്നില്ലടോ? എന്നിട്ട് ആ ഡ്രൈവറുടെ തല്ല് ഞാനും വാങ്ങണം. ഇത്രയും തൊഴിലാളികൾ ഉള്ളപ്പോഴോ? അവരൊന്ന് ഇളകിയതാ, ഞാൻ തണുപ്പിച്ചു. CP-യോട് പറയാതെ. ഇത് ഞാൻ ചുമ്മാ വിടുന്ന പ്രശ്നമില്ല. ഞാൻ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ബാക്കി കാര്യം. അവളോ? ആ ഡ്രൈവറാ തല്ലിയത്. ഒരു കാര്യമില്ലായിരുന്നോ? ഒരു കാര്യമില്ലായിരുന്നു. വെറുതെ CP എന്നെ കുറെ തെറിയും വിളിച്ചിട്ട് എനിക്കിട്ട് 4 ഇടിയും. നീ തിരിച്ചൊന്നും ചെയ്തില്ലേ? അന്നെ ഓർത്ത് ഞാനൊന്നും ചെയ്തില്ല. ഗോപി, വണ്ടിയുടെ അല്ല, രാത്രി ഇപ്പൊ രാത്രി നമ്മള് തന്നെ പ്രശ്നം തീർക്കണം. വണ്ടി എടുക്കണം. ആരുമില്ലേ ഇവിടെ? അരേ ഏട്ടനോ? നിന്റെ മറ്റവൻ വിളിക്കാവനെ. എന്റെ തൊഴിലാളിയെ തല്ലിയ ചെകുത്താനോട് ഇറങ്ങി വരാൻ പറ. ആരാ ഇതിനകത്തെ? കോൺട്രാക്ടർ CP നായർക്ക് തൊഴിലാളി എന്ന് വെച്ചാൽ ജീവനാണ്. തൊഴിലാളിയുടെ കണ്ണു നിറഞ്ഞാൽ CP ഒരു സിംഹമായി മാറും. ഡ്രൈവറെ, പോക്കറി ഇറങ്ങിയോടാ. ഏ മിസ്റ്റർ, മിണ്ടിപ്പോരുത്. ഞാൻ വാതിൽ ചവിട്ടി പൊടിക്കണോ അതോ തുറന്നു വരുന്നോ? ഇറങ്ങി പോടാ ഇവിടുന്ന്. എടാന്നോ? അങ്ങനെ ഇറങ്ങിപ്പോകാൻ വന്നവനല്ലേ ഞാൻ. എന്റെ തൊഴിലാളിയെ തല്ലിച്ചാരാണെന്ന് എനിക്കറിയാം. അവരോട് പ്രതികാരം ചെയ്യാതെ ഇറങ്ങി പോകുന്ന പ്രശ്നമില്ല. കണ്ട തെണ്ടികളൊക്കെ വീട്ടിനകത്ത് കഴിച്ചത് പോരാ. ഒറ്റ കുത്തുവെച്ചെന്നാണല്ലോ. എന്റെ തൊഴിലാളിയെ തല്ലിയതും പോരാ, തെറിയും വിളിക്കുന്നോ? അവൻ ചെയ്ത തെമ്മാടി. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കേണ്ട. ആ നാരയെ വിളിക്ക്. ആണുങ്ങളും ആണുങ്ങളും തമ്മിൽ സംസാരിച്ചോളാം. എങ്കിൽ അങ്ങനെ ഉള്ളപ്പോ വാടോ. അപ്പൊ അയാളോട് ഇല്ലേ? എങ്കിൽ അയാളോട് പറഞ്ഞേക്ക് കോൺട്രാക്ടർ CP പറഞ്ഞു അവന്റെ നട്ടല്ലോട് ഞാൻ കോലുകളി കളിക്കുമെന്ന്. അവരെ ഇടിച്ച് ഷെഡ് കയറ്റുമെന്ന്. കോൺട്രാക്ടർ CP-യോട് കളിച്ചവരാരും ഇല്ലം കണ്ട് മരിച്ചിട്ടില്ല. അവൻ അകത്തുണ്ടോ? പക്ഷെ മാറ്. ഇനി വാ CP.
അല്ല സി പി നീ ചുമ്മാ വാ